ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് ആണ് കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്? ജഡ്ജ്മെൻ്റ് ആണ് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഈ കാർഡ് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള തോട്ട്സ് ആണ്. ഈ പേഴ്സൺ ഒരു അവേക്കനിങ് വന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് ബോധോദയം, ഇന്നർ കോളിംഗ് കിട്ടിയതുപോലെ. ജഡ്ജ്മെൻ്റ് ആയിരിക്കും. മീൻസ് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പ്രതിഫലം അവർക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഫോർഗീവ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ, മനസ്സിൽ ഫോർഗീവ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇപ്പം നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവർ മനസ്സിൽ നിങ്ങളടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട്. മേ ബി ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അത് നല്ല രീതിക്ക് ഒരു റിഗ്രറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബിക്കോസ് അവർക്കൊരു ജഡ്ജ്മെൻറ്റ് ഫേസ് യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇന്നർ കോളിംഗ് കിട്ടിയിട്ടുണ്ട്. ഒരു അവേക്കനിങ് ഉണ്ടായതുപോലെയാണ്. അവരൊരു പുതിയ പേഴ്സണായി മാറിയതുപോലെ കാണുന്നുണ്ട്. സോ അവരുടെ തോട്ട്സിനകത്ത് നിങ്ങളടുത്ത് ക്ഷമാപണം നടത്തുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവർക്ക് നിങ്ങളടുത്ത് പുതിയ പുതിയ ഫീലിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് അവരോട് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് ഫീലിങ്സ് ഉണ്ട് എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. ഇൻഡ്യൂഷൻ കിട്ടുന്നത് പോലെയാണ് അവർക്കിപ്പം. അതായത് പുതിയൊരു വ്യക്തിയായി മാറിയതുപോലെ. ഇപ്പം നിങ്ങൾ മാരീഡ് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ ഒരു ബേബി വേണം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. മാരീഡ് പേഴ്സൺസ് അല്ല എന്നുണ്ടെങ്കിൽ മാരേജിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പ്രപ്പോസ് ചെയ്യാത്ത ആൾക്കാരാണ്, ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 3 ചാൻസസ് ആണ് ഞാൻ പറഞ്ഞത്. മാരീഡ് പേഴ്സൺസ് ആണെങ്കിൽ ബേബീനെ ആഗ്രഹിക്കുന്നുണ്ട്. മാരീഡ് പേഴ്സൺസ് അല്ല എന്നുണ്ടെങ്കിൽ മാരേജിനെ കുറിച്ചിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ പ്രപ്പോസ് ചെയ്ത ആൾക്കാർക്ക് പ്രപ്പോസിങ് അവർ ആലോചിക്കുന്നുണ്ട്. ഹെർമിറ്റ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പം വളരെ സെൽഫിഷായി ഓർ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നടക്കുന്നതായിട്ട് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് മേ ബി നിങ്ങളിപ്പം വളരെയധികം സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരു സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പഴയതുപോലെ ചേസിങ് ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നു, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളിപ്പം അങ്ങനെയാണ് നടക്കുന്നത്, പഴയ ഒരാളല്ല, പഴയതുപോലെ നിങ്ങൾ അങ്ങനെ ഡിപ്പെൻഡഡ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. സെൽഫ് ലവ് ചെയ്യുന്നത് പോലെ. നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ആണ്. ഡെത്ത് കാർഡാണ്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം ഒരു ഡെത്ത് സംഭവിച്ച് നിൽക്കുകയാണെങ്കിൽ, മീൻസ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ റീബർത്ത് വേണം, റീബർത്ത് ചെയ്യണം. മീൻസ് ഒരു റിയൂണിയൻ ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സൈക്കിൾ എൻഡായി. അതായത് നമ്മൾ ഫസ്റ്റ് ജഡ്ജ്മെൻറ്റിലാണ് കണ്ടത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കാർമിക് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യം എൻഡായിട്ടുണ്ട്. ഇനി ന്യൂ ഫേസസ് ആണ്, ന്യൂ ബിഗിനിങ് ആണ്, എൻഡിങ് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് ഒക്കെ ആണെങ്കിൽ മേ ബി അതായിരിക്കാം. ആ ഒരു ഫേസ് എൻഡായിട്ടുണ്ട്, ആ ഒരു കർമ്മ, ആ ഒരു കാർമിക് അവസ്ഥ, ആ ഒരു സൈക്കിൾ എൻഡായിട്ടുണ്ട് എന്നുള്ളതാണ്. ടവർ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളിതിപ്പം മുഴുവനായിട്ടും അവസാനിപ്പിച്ചു, നിങ്ങളിതിന് മുഴുവനായിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അഡിക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ഫുള്ളായിട്ടും സ്റ്റോപ്പ് ചെയ്തു, ബട്ട് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജീവനാണ്, നിങ്ങൾക്ക് അത്രയും ഇഷ്ടവും അത്രയും കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഈ പേഴ്സൻ്റെ തോട്ട്സ് എന്താണ്? ഡെബിൾ വന്നിട്ടുണ്ട്. ഈ കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല, സോ ഞാൻ കാണിച്ചു തരുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. ആൻഡ് അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഷാഡോ സെൽഫ് ഉണ്ട് എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ബിഹേവിയേഴ്സ് ഒരു ടോക്സിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ പോയത്, അങ്ങനെ എന്തെങ്കിലും സംതിങ് ലൈക്ക് എനർജി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വേദനകൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് ഒരു ഷാഡോ
കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവർ വിചാരിക്കുന്നുണ്ട്. അതായത് ഒരു അഡിക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതായത് അത്രയും ഡിപ്പെൻഡഡ് ആക്കി വെച്ച് പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും മറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഒരു ദ്രോഹം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വേദന കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. ഓക്കെ, സോഡിയാക് സൈൻ നോക്കാം. ഏരിയസ്, ജെമിനി, ടോറസ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള സോഡിയാക് സൈൻ ഇതൊക്കെയാണ്. ഈ സോഡിയാക് സൈൻ വരുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ റെസനേറ്റ് ആവും കേട്ടോ, അല്ലാത്തവർക്കും റെസനേറ്റ് ആവും. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഒരു സബ് ചെയ്യുക കേട്ടോ.